പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ മരുഭൂമിയിലെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടുപോയ ഇസ്രായേൽ ജനതയെപ്പോലെ നിസ്സഹായതയുടെയും കുറ്റബോധത്തിൻ്റെയും നടുവിലാണോ പ്രിയ സഹോദര സഹോദരി നിങ്ങൾ? സംഖ്യയുടെ പുസ്തകം 19 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് പോലെ അശുദ്ധിയിൽ നിന്നും വേദനയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ ദൈവം നൽകുന്ന ശുദ്ധീകരണ ജലം ക്രിസ്തുവിലൂടെയുള്ള പുതിയ പ്രത്യാശയാണെന്നും നമ്മുടെ ഈ അവസ്ഥയിൽ അവിടുന്ന് അദൃശ്യമായി കൂടെയുണ്ടെന്നും തിരിച്ചറിയുക. തുടർന്നുള്ള വിചിന്തനത്തിനായി നമുക്ക് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് ദൈവം നമ്മെ കൈവിട്ടത് കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കാൻ നമ്മെ പഠിപ്പിക്കാനാണ്. സംഖ്യാപുസ്തകത്തിലെ ഇസ്രായേൽ ജനതയുടെ യാത്ര നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലുകളുടെയും പ്രതീകമാണ്. അവിടെയും ദൈവം അവർക്ക് മന്നയും ശുദ്ധീകരണത്തിനുള്ള വഴികളും നൽകിയിരുന്നു. 19 അധ്യായത്തിലെ ചുവന്ന പശുകിടാവിൻ്റെ ഭസ്മം, അത് കലർത്തിയ വെള്ളം പാപമോചനത്തെയും ആത്മീയ ശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. ഇത് നമ്മുടെ സങ്കടങ്ങളിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ ബലിയിലൂടെ ലഭിക്കുന്ന സമാധാനത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിരൽ ചൂണ്ടുന്നു. സംഖ്യയുടെ പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ശുദ്ധീകരണത്തിനായി ചുവന്ന പശുകിടാവിൻ്റെ ഭസ്മം കലർത്തിയ ജലം നൽകിക്കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വചനങ്ങളിൽ നാം വായിച്ചു കാണുന്നു. മരുഭൂമിയിലെ ദാഹത്താൽ വലഞ്ഞ ജനം ദൈവത്തിന് വിപരീതമായി പിറുപിറുത്തെങ്കിലും പാറയിൽ നിന്ന് വെള്ളം നൽകി അവിടുന്ന് അവരെ തൃപ്തരാക്കുന്ന നല്ലൊരു അപ്പൻ്റെ ആ ക്യാരക്ടർ നമുക്കിവിടെ വളരെ ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ മോശയുടെയും അഹറോൻ്റെയും വിശ്വാസക്കുറവ് അവർക്ക് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞു എന്നത് വലിയൊരു പാഠമാണ്, പ്രത്യേകിച്ച് ലീഡേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. സർപ്പദംശനമേറ്റവർ ഉയർത്തപ്പെട്ട വെങ്കല സർപ്പത്തെ നോക്കി ജീവൻ പ്രാപിച്ച വിസ്മയകരമായ സംഭവം ഇവിടെ വിവരിക്കപ്പെടുന്നു. ഈ മരുഭൂമി യാത്ര നമ്മുടെ ആത്മീയയാത്രയുടെ നേർചിത്രമാണ് പ്രിയ സഹോദരങ്ങളെ. പിതാവായ ദൈവത്തിൻ്റെ കരുണയും ശിക്ഷണവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അധ്യായ ഭാഗങ്ങളാണിവ. സംഖ്യയുടെ പുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ബാലാമിനെ കൊണ്ട് ഇസ്രായേലിനെ ശപിപ്പിക്കാൻ ബാലാക്ക് രാജാവ് ശ്രമിക്കുന്നതും എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതും വളരെ മനോഹരമായി ഈ ഭാഗത്ത് വിവരിക്കപ്പെടുന്നു. ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ശ്രമിച്ച ബാലാമിൻ്റെ വഴി തടയാൻ ഒരു ദൈവദൂതൻ വാളുമായി നിൽക്കുന്നതും കഴുത ആ ദൂതനെ കണ്ട് സംസാരിക്കുന്നതും നാം ഇവിടെ വായിച്ചു കാണുന്നു. ഇസ്രായേലിൻ്റെ പാളയത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും ബാലാം പ്രവചനങ്ങളിലൂടെ ദൈവജനത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന പ്രവചനം ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്കുള്ള ആദ്യകാല സൂചനകളിൽ ഒന്നാണ്. ശത്രുക്കളുടെ തന്ത്രങ്ങൾക്കിടയിലും ദൈവം തൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നു. തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തീരുമാനമാണ്. സംഖ്യയുടെ പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ. പീമിനോടുള്ള ബന്ധത്തിൽ ജനം വഴിപിഴച്ചപ്പോൾ ഫിനഹാസ് കാണിച്ച തീക്ഷ്ണത ദൈവത്തിൻ്റെ കോപത്തെ ശാന്തമാക്കുകയും അവന് നിത്യപുരോഹിത പദവി നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ രണ്ടാമത്തെ ജനസംഖ്യ കണക്കെടുപ്പിലൂടെ പുതിയൊരു തലമുറ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതായി നാം കാണുന്നു. അവകാശ തർക്കങ്ങളിൽ നീതിപൂർവകമായ വിധി നൽകിക്കൊണ്ട് ദൈവം സ്ത്രീകളുടെ അവകാശങ്ങളെ പോലും മാനിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമാണ്. തൻ്റെ മരണസമയം അടുത്തപ്പോൾ മോശ ജനത്തെ നയിക്കാൻ ഒരു നേതാവിനെ ചോദിച്ചപ്പോൾ ജോഷുവയെ ദൈവം നിയോഗിക്കുന്നു. ആത്മീയമായ പിൻഗാമികളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത മോശയുടെ ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ദൈവം നിരന്തരം ഇടപെടുന്നു. സംഖ്യ 28 മുതൽ 30 വരെ. ദൈവത്തിന് അർപ്പിക്കേണ്ട നിത്യബലികളെക്കുറിച്ചും തിരുനാളുകളെക്കുറിച്ചുമുള്ള നിയമങ്ങൾ ഇവിടെ ആവർത്തിച്ച് പ്രതിപാദിപ്പിക്കപ്പെടുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അർപ്പിക്കേണ്ട ബലികൾ ദൈവവുമായുള്ള നിരന്തര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. വിശ്രമദിനങ്ങളിലും മാസാരംഭങ്ങളിലും കൂടാര തിരുനാളിലും അർപ്പിക്കേണ്ട പ്രത്യേക കാഴ്ചകളെക്കുറിച്ച് വചനം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്.
ദൈവത്തോട് നടത്തുന്ന നേർച്ചകളും പ്രതിജ്ഞകളും വിശ്വസ്തയോടെ പാലിക്കണം എന്ന കർശന നിർദ്ദേശമാണ് 30-ാം അധ്യായം നൽകുന്നത്. ആരാധനാക്രമത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് വരാൻ ജനത്തെ ഈ നിയമങ്ങൾ ശീലിപ്പിക്കുന്നു. ദൈവത്തോടുള്ള സമർപ്പണം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമാണെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യ 31 മുതൽ 33 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ മിദിയാൻകാർക്കെതിരെയുള്ള യുദ്ധവും അതിൽ നേടിയ വിജയവും ദൈവജനത്തിന് ലഭിച്ച ആത്മീയ പ്രതികാരത്തിന്റെ അടയാളമാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങൾ ജോർദാന്റെ കിഴക്ക് ഭാഗത്ത് അവകാശം ചോദിക്കുന്നതും അത് ഉപാധികളോടെ അനുവദിക്കപ്പെടുന്നതും നാം വായിച്ചു കാണുന്നു. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് മുതൽ മോവാബ് സമതലം വരെയുള്ള ഇസ്രായേലിന്റെ ഓരോ യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കടന്നു പോകുന്ന വഴികളെ ഓർക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെ ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുന്നു. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള വിഗ്രഹങ്ങളെ നശിപ്പിക്കണം എന്ന ദൈവകൽപ്പന വിശുദ്ധിയിലുള്ള വിട്ടുവീഴ്ചയില്ലായ്മയെ കാണിക്കുന്നു. വിശ്വാസയാത്രയിലെ ഓരോ ഘട്ടവും ദൈവത്തിന്റെ പരിപാലനയാൽ നയിക്കപ്പെട്ടവയാണ്. സംഖ്യയുടെ പുസ്തകം 34 മുതൽ 36 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ വാഗ്ദത്ത ഭൂമിയുടെ അതിരുകൾ ദൈവം നേരിട്ട് നിശ്ചയിച്ചു നൽകുന്നതും ഗോത്രതലവന്മാർക്ക് അത് വീതിച്ചു കൊടുക്കുന്നതുമാണ് ഈ ഭാഗത്തെ വിഷയം. ലേവ്യർക്കായി നീക്കിവെച്ച പട്ടണങ്ങളെക്കുറിച്ചും അബദ്ധവശാൽ കൊലപാതകം ചെയ്യുന്നവർക്ക് അഭയം പ്രാപിക്കാൻ അഭയ നഗരങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ദൈവം നിർദ്ദേശിക്കുന്നുണ്ട്. മനുഷ്യജീവൻ വിശുദ്ധമാണെന്നും രക്തചൊരിച്ചിൽ കൊണ്ട് ദേശം അശുദ്ധമാകരുതെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു. അവകാശമായി ലഭിക്കുന്ന ഭൂമി ആ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കണം എന്ന നിയമം ദൈവത്തിന്റെ ക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു. സലോഫെഹാദിന്റെ പുത്രിമാരുടെ വിവാഹത്തിലൂടെ ഗോത്രത്തിന്റെ അവകാശം സംരക്ഷിക്കപ്പെടുന്നത് നാം കാണുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു എന്ന വലിയ പ്രത്യാശയോടെ ഈ സംഖ്യയുടെ പുസ്തകം അവസാനിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ദൈവദാഹം ഭൗതികമായ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്താനാവില്ലെന്ന് സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നു. ലോകം വാഗ്ദാനം ചെയ്യുന്ന മരീചികൾക്ക് പകരം വചനമാകുന്ന ജീവജലം മാത്രമേ നമ്മുടെ ആത്മാവിന് നിത്യമായ ശാന്തി നൽകൂ. മരുഭൂമിയിലെ ഇസ്രായേലിനെ പോലെ നാം ദാഹിക്കുമ്പോൾ വചനത്തിന്റെ പാറയിൽ നിന്ന് ദൈവം നമുക്കായി ഉറവകൾ തുറക്കുന്നു. സംഖ്യയുടെ പുസ്തകത്തിലെ ശുദ്ധീകരണ കർമ്മങ്ങൾ നമ്മെ പാപത്തിൽ നിന്ന് കഴുകി വെളുപ്പിക്കുന്ന കൂദാശയായ കുംഭസാരം എന്ന കൂദാശയെ മുൻകൂട്ടി കാണിക്കുന്നു. മരുഭൂമിയിൽ അവർക്ക് ലഭിച്ച മന്ന നമ്മുടെ ആത്മീയ ഭക്ഷണമായ പരിശുദ്ധ കുർബാനയുടെ പ്രതീകവും. ഓരോ ബലിയർപ്പണത്തിലും നാം അൾത്താരയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ഈ സ്വർഗീയ മന്ന സ്വീകരിക്കാൻ സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ലക്ഷ്യം ഈ മരുഭൂമി യാത്രയല്ല, മറിച്ച് സ്വർഗീയ കാനാനാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും അന്ത്യവിധിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ മുഖം ദർശിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകട്ടെ. നിത്യ ജീവനിലേക്കുള്ള പ്രവേശനത്തിനായി വചനം നമ്മെ അനുദിനം ഒരുക്കുന്നു. ഈ വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ POC ബൈബിൾ എടുത്ത് ശ്രദ്ധയോടെ വായിക്കുവാൻ ഏവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം.